നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷനിൽ 70 വയസ്സ് പൂർത്തിയായവരും 25 വർഷമായി വ്യാപാരം നടത്തിവരുന്നതുമായ മുതിർന്ന വ്യാപാരികൾക്ക് വിഷു കൈനീട്ടം നൽകി. സംസ്ഥാനത്ത് കൊടുംചൂട് തുടരും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വേനൽ ചൂട് കൂടുതൽ കടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. നവകേരള സർവേക്ക് ചെലവായത് 13 കോടി രൂപയെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ. ജാതിയാൽ അപമാനിതനായി നിതിൻ രാജ് ആത്മഹത്യ ചെയ്യാൻ ഇടവന്നത് കേരളത്തിന് അപമാനമാണെന്ന് സച്ചിദാനന്ദ സ്വാമികൾ. വാർത്തകൾ വിശദമായി. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷനിൽ 70 വയസ്സ് പൂർത്തിയായവരും 25 വർഷമായി വ്യാപാരം നടത്തിവരുന്നതുമായ മുതിർന്ന വ്യാപാരികൾക്ക് വിഷു കൈനീട്ടം നൽകി. ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലി ഷിബു യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ അധ്യക്ഷനായി. മുനിസിപ്പൽ കൌൺസിലർ റെയ്സൻ ആലുക്ക, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, ട്രഷറർ ഷൈജു പുത്തമ്പുരയ്ക്കൽ, ചന്ദൻ കുളത്താപ്പള്ളി, NA ഗോവിന്ദൻകുട്ടി, ഡേവിസ് വെളിയത്ത്, ആൻഡോ മേനാച്ചേരി, ആൻഡോ എരിഞ്ഞേരി, ജോയ് പാനിക്കുളം, ET ബഷീർ, TB ബിനു, സിന്ധു ബാബു, നീബ രാജേഷ്, സിനി സന്തോഷ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടിയിലെ 94ഓളം മുതിർന്ന വ്യാപാരികൾക്ക് വിഷു കൈനീട്ടം നൽകി. ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വ്യാപാരി സമൂഹം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്നിപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഭദ്രം പദ്ധതി, ജീവകാരുണ്യ പദ്ധതി, വിഷു കൈനീട്ടം, പെൻഷൻ പദ്ധതി. തീർച്ചയായിട്ടും വ്യാപാരികൾക്ക് ഒരു താങ്ങായി പ്രവർത്തിക്കുന്ന വ്യാപാരി ഏകോപന സമിതി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഇവിടെ ഇനിയും കൂടുതൽ പദ്ധതികൾ വ്യാപാരികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ബസ്സിൽ ഒരുപാട് ആളുകൾക്ക് ചേരാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം. വ്യാപാരി അല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കൊന്നും ചേരാൻ സാധ്യമാവില്ല. എന്തായാലും ഒരു ചാലക്കുടി മേഖലയിൽ ഈ ഒരു പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഇവിടെ വരുമ്പോഴൊക്കെ എപ്പോഴും എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിലേക്ക് ഞങ്ങൾ വരും. ഈ ടൈം തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു. സംസ്ഥാനത്ത് കൊടുംചൂട് തുടരും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വേനൽ ചൂട് കൂടുതൽ കടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഏപ്രിൽ 14 വരെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. പാലക്കാട്, കൊല്ലം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പാലക്കാട് കഴിഞ്ഞ ദിവസം 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഉയർന്ന താപനിലയോടൊപ്പം അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ള വായു തുടരുന്നതിനാൽ മലയോര മേഖലകളിൽ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ കടുത്ത ചൂടിനും അസ്വസ്ഥതയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. നവകേരള സർവേക്ക് ചെലവായത് 13 കോടി രൂപയെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. അനുവദിച്ച 20 കോടിയിൽ ഇതുവരെ ചെലവായത് 13.04 കോടി രൂപയെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. നവകേരള സർവേ സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. നവകേരള സർവേയുമായി മുന്നോട്ടു പോകാമെന്ന അനുകൂല ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ സമ്പാദിച്ചത്. എന്നാൽ ചെലവാക്കിയ കണക്കുകൾ അറിയിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. കേസ് ചൊവ്വാഴ്ച വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് സംസ്ഥാന സർക്കാർ കണക്ക് നൽകിയത്.
നൽകിയത്. ബ്രോഷറിന് 5.54 കോടി രൂപയും കത്തിന് 1 കോടി രൂപയും ചെലവായതായി സത്യവാങ്മൂലത്തിൽ പറയുന്നു. വോളണ്ടിയർമാരുടെ യാത്രയ്ക്ക് 1.45 കോടി രൂപ ചെലവായതായും വിവിധ ജില്ലകളിൽ നടത്തിയ പരിശീലനത്തിന് തുക ചെലവായതായും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർവേയുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ്, BSNL ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് നൽകിയ പണം, വിവിധ പ്ലാറ്റ്ഫോമുകൾക്ക് സന്ദേശങ്ങൾ നൽകുന്നതിന് ചെലവായ തുക എന്നീ കണക്കുകളും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജാതിയാൽ അപമാനിതനായി നിതിൻ രാജ് ആത്മഹത്യ ചെയ്യാൻ ഇടവന്നത് കേരളത്തിന് അപമാനമാണെന്ന് സച്ചിദാനന്ദ സ്വാമികൾ. പേരാമ്പ്ര ഗുരുചൈതന്യ മഠത്തിൽ നടന്നുവരുന്ന ശ്രീനാരായണ കൺവെൻഷനെ കുറിച്ച് വിശദീകരിക്കുന്നതിനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സ്വാമികൾ. ദളിത് പിന്നോക്ക വിഭാഗങ്ങളോട് ജാതി ഭേദം പുലർത്തി അവരെ അപമാനിക്കുന്ന സ്ഥിതിവിശേഷം അടിക്കടി സംഭവിക്കുന്നത് കേരളത്തെ വീണ്ടും ഭ്രാന്താലയത്തിലേക്ക് ആണ് നയിക്കുന്നതെന്ന് സ്വാമികൾ പറഞ്ഞു. കുറ്റക്കാരെ സസ്പെൻഷനിൽ ഒതുക്കാതെ ജയിലിലടയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് സ്വാമികൾ ആവശ്യപ്പെട്ടു. ഗുരു ചൈതന്യ മഠം വർക്കിംഗ് പ്രസിഡന്റ് VD ജയ്പാൽ, KV ദിനേശ് ബാബു, സദാനന്ദൻ, കൊടുവഴങ്ങ ബാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. വർക്കല ശിവഗിരി മഠത്തിൻ്റെ പേരിലും മഠത്തിൻ്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭയുടെ പേരിലും മഠത്തിൻ്റെ ശാഖാസ്ഥാപനമായ പേരാമ്പ്ര ഗുരു ചൈതന്യ മഠത്തിൻ്റെ പേരിലും ഞങ്ങൾക്കുള്ള ആശംസകൾ നിങ്ങളെ ആദ്യം തന്നെ അറിയിച്ചു. ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കുവാനുണ്ടായ കാരണം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ വിവേകാനന്ദനാൽ ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ട രാജ്യത്തെ ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങിയ മഹാപുരുഷന്മാരുടെ ശബഫലമായി ഒട്ടൊക്കെ മാറ്റം വരുത്തി ഒരു തീർത്ഥാലയത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ വീണ്ടും ജാതിയുടെ മേൽക്കോയ്മ വെച്ചു പുലർത്തിക്കൊണ്ട് ഒരു പട്ടികജാതി വർഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ ജാതിയുടെ പേര് പറഞ്ഞ് അപമാനിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപയാണ് കുറഞ്ഞത്. 1,11,800 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 35 രൂപയാണ് കുറഞ്ഞത്. 13,975 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ഇറാനുമായുള്ള യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷ നൽകി വെടിനിർത്തൽ നീട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ പ്രഖ്യാപനത്തിന്റെ ചൂടുപിടിച്ച് കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. എന്നാൽ ഇറാൻ അമേരിക്ക ചർച്ച പരാജയപ്പെട്ടതോടെ എണ്ണവില ഉയർന്ന് വീണ്ടും ബാരലിന് $100 മുകളിൽ എത്തിയതാണ് സ്വർണ്ണവില കുറയാൻ കാരണം എന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷമാണ് പ്രധാനമായി സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇതിനെ തുടർന്ന് എണ്ണവില കൂടുന്നതും കുറയുന്നതും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുൻപ് വോട്ടർമാരുടെ ബയോമെട്രിക്സ് മുഖം തിരിച്ചറിയൽ പരിശോധനകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് BJP നേതാവ് അശ്വനി കുമാർ ഉപാധ്യായ സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്രത്തിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറുപടി തേടിയത്. ഇതിനായി നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടിവരുമെന്നും വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും കോടതി നിരീക്ഷിച്ചു. നേരിട്ട് ഹാജരായ ഉപാധ്യായ ഇതിന് സംസ്ഥാനങ്ങളുടെ സഹകരണം ആവശ്യമാണെന്ന് കോടതിയെ അറിയിച്ചു. ആദ്യം നോട്ടീസ് അയക്കാൻ ബെഞ്ച് താൽപര്യപ്പെട്ടിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനായിരുന്നു കോടതി ഉപാധ്യായയോട് ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. സംസ്ഥാനങ്ങൾ സഹായിക്കാതിരിക്കുകയോ ധനമന്ത്രാലയം ബജറ്റ് പാസാക്കാതിരിക്കുകയോ ചെയ്താൽ വീണ്ടും ഞങ്ങളെ സമീപിക്കാം. എന്നാൽ ഈ ഘട്ടത്തിൽ നോട്ടീസ് അയക്കേണ്ട ആവശ്യമില്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. ഇപ്പോൾ നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല പറയുന്നതെന്ന് ഉപാധ്യായ വ്യക്തമാക്കി. ഇതോടെ വിഷയം പരിശോധിക്കാൻ ബെഞ്ച് ഒടുവിൽ സമ്മതിക്കുകയായിരുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ആവശ്യങ്ങൾ പരിഗണിക്കാൻ കഴിയില്ല. എന്നാൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ ഇത്തരമൊരു രീതി പിന്തുടരേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു.
നവോത്ഥാനം കൊട്ടിഘോഷിക്കുന്ന കേരളത്തിൽ ജാതി വിവേചനം ഇനിയും തുടർന്നുകൂടെന്നും വേറെ ഇരകൾ സൃഷ്ടിക്കപ്പെടരുതെന്നും KPMS കൊടകര യൂണിയൻ. ജാതി വിവേചനത്തിന്റെ ഇരയായ കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS 1ാം വർഷ വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കൊടകര യൂണിയൻ പ്രതിഷേധ റാലി നടത്തി. കുറ്റക്കാരായ അധ്യാപകരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ട് നീതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. സെക്രട്ടറി KU ദീപ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ചു. KV ജനാർദ്ദനൻ, AK സാജു, NV ശിവദാസൻ, TK ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടുന്ന ജോലി ആരംഭിക്കുന്നതിന് കിംഫി NOC നൽകിയിരുന്നുവെങ്കിലും നിയമസഭ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പ്രവൃത്തികൾ നീട്ടിവച്ചിരുന്നു. നിർമ്മാണ ജോലികൾ മഴക്കാലത്തിനു മുൻപ് അടിയന്തരമായി പുനരാരംഭിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകൻ KM ജോസ് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടു. മേലൂരിൽ ബസ്സിൽ നിന്നും വീണ് ഗൃഹനാഥൻ മരിച്ചു. മേലൂർ നെറ്റിക്കാടൻ 73 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. മാത ബസ്സിൽ നിന്നാണ് ജോർജ് വീണത്. ബസിന്റെ വാതിലുകൾ അടച്ചിരുന്നില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ബസ്സും ബസ് ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പടിഞ്ഞാറെ ചാലക്കുടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി ഷോക്കേറ്റ് മരിച്ചു. 32 വയസ്സുള്ള നൂർ ആലമാണ് മരിച്ചത്. പടിഞ്ഞാറെ ചാലക്കുടി തോട്ടവീതി ആലുക്ക ബിജുവിന്റെ ഔട്ട് ഹൌസിൽ ടൈൽ വിരിക്കുന്ന ജോലിക്കിടെയാണ് ഷോക്കേറ്റത്. മുറിഞ്ഞുകിടന്ന കേബിളിൽ നിന്നാണ് ഷോക്കേറ്റത്. കാടുകുറ്റി അമ്പൂക്കൻ ജോസഫ് ബാരി ഫിലോമിന നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10:30 കാടുകുറ്റി ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷനിൽ 70 വയസ്സ് പൂർത്തിയായവരും 25 വർഷമായി വ്യാപാരം നടത്തിവരുന്നതുമായ മുതിർന്ന വ്യാപാരികൾക്ക് വിഷു കൈനീട്ടം നൽകി. സംസ്ഥാനത്ത് കൊടുംചൂട് തുടരും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വേനൽ ചൂട് കൂടുതൽ കടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. നവകേരള സർവേക്ക് ചെലവായത് 13 കോടി രൂപയെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ. ജാതിയാൽ അപമാനിതനായി നിതിൻ രാജ് ആത്മഹത്യ ചെയ്യാൻ ഇടവന്നത് കേരളത്തിന് അപമാനമാണെന്ന് സച്ചിദാനന്ദ സ്വാമികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.